ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. ഇന്ന് ഞാൻ ചെറിയൊരു കുക്കിംഗ് വീഡിയോ ആയിട്ട് വന്നേക്കണമെന്ന് വെച്ചാൽ രാവിലെ എന്തൊക്കെയാണ് ചെയ്യുന്നതെന്നൊക്കെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മുടെ ഫ്രിഡ്ജിൽ കുറച്ച് ചെമ്മീൻ ശരിയാക്കിയത് ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മളത് എടുത്തിട്ട് അതിലേക്ക് വേണ്ട മസാല തയ്യാറാക്കാണ് കേട്ടോ. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, വെളിച്ചെണ്ണ അത്രയും ഞാൻ ഉപയോഗിച്ചിട്ടുള്ളൂ. ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. കുറച്ച് നേരം ഞാനത് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ടൊരു പാൻ എടുത്തിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഇട്ടിട്ട് ഞാനൊരു ചെറിയൊരു വീട്ടിലുണ്ടായ മുളകാണ്. ആ മുളക് ഒന്ന് സെൻറ്ററിലിടും, ചെറിയ എരിവിൻ്റെ സ്പൈസിനെസ് കിട്ടാൻ വേണ്ടിയിട്ട്. നന്നായി മുളക് പൊടി ഇട്ടിട്ടുണ്ട് എന്നാലും. എന്നിട്ട് നമ്മളതൊന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് കേട്ടോ. ഞാൻ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഫ്രൈ ചെയ്തിട്ട് ഇതിൻ്റെ മേലേക്ക് ഞാൻ ഒന്നില്ലെങ്കിൽ കുരുമുളക് പൊടി അല്ലെങ്കിൽ ചിക്കൻ മസാലയോ അല്ലെങ്കിൽ മസാലപ്പൊടിയോ ഏതെങ്കിലും ഒന്ന് ഇട്ടിട്ട് ലാസ്റ്റ് ഒന്നിങ്ങനെ വഴറ്റി പോലെ എടുക്കും കേട്ടോ. ജസ്റ്റ് ഒന്നിങ്ങനെ ഫ്രൈ ചെയ്ത പോലെ. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ ചിക്കൻ മസാലയാണ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ഏതാ ഉള്ളത് വെച്ചാൽ നിങ്ങൾക്ക് ഏതാ ഇഷ്ടം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ചേർക്കാം. എന്നിട്ട് ഞാൻ കുറച്ച് ലാസ്റ്റ് നമ്മളൊരു ഷോയ്ക്ക് വേണ്ടിയിട്ട് സബോള അരിഞ്ഞ് അതിൻ്റെ മേലെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് സ്പെഷ്യലായിട്ട് ഞാൻ ഇപ്പോൾ ഇന്ന് ഉണ്ടാക്കിയത് ഇത് ചെമ്മീൻ ഫ്രൈ ആണ്. സിൽക്കായിട്ട് ഞാൻ ഒരു ഓംലേറ്റും കൂടി ഉണ്ടാക്കി. അപ്പോൾ ഓംലേറ്റ് ഉണ്ടാക്കണ ഇതെന്താ വെച്ചാൽ സ്പെഷ്യലെന്ന് വെച്ചാൽ വേറെ ഒന്നുമില്ല. ഒരു മുട്ടയിൽ ഞാൻ ജസ്റ്റ് 2 അല്ലി ഒരു കുഞ്ഞൊരു പച്ചമുളക് മാത്രമേ ഇടുന്നുള്ളൂ കേട്ടോ. അവന് എന്ത് ഇട്ടാലും അവനതെല്ലാം പറക്കി പുറത്തേക്ക് ഇടുക വയ്ക്കും. അപ്പോൾ അതുകൊണ്ട് വേറെ ഐറ്റംസ് ഒന്നും ഞാനിടില്ല. അതുകൊണ്ട് കുറച്ച് ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും ഒരു നുള്ളു ഉപ്പും ഇട്ടിട്ട് നന്നായി ബീറ്റ് ചെയ്തിട്ടാണ് അതിലൊരു ചെറിയൊരു കഷ്ണം പച്ചമുളകാണ് ഞാൻ ഇട്ടേക്കുന്നത് കേട്ടോ. അത് മാത്രമല്ല അവൻ എടുത്ത് കളയുള്ളൂ. അതൊരു സൈഡിൽ എവിടെയെങ്കിലൊക്കെ ആയിട്ട് കിടന്നുള്ളൂ. ബാക്കിയൊക്കെ അവൻ കഴിച്ചോളൂ. ഇതിങ്ങനെ എല്ലാതും ഇങ്ങനെ നുള്ളി എടുത്ത് ബാക്കി വയ്ക്കുമ്പോൾ മുട്ട ഓംലേറ്റ് തിന്നാണ്ടാവില്ല. അങ്ങനെ അവന് വേണ്ടിയിട്ട് ഞാൻ ചെറിയൊരു ഓംലേറ്റ് ഉണ്ടാക്കി. അപ്പം ഞാൻ ഒറ്റ കൈ കൊണ്ടെല്ലാം ചെയ്യുന്ന ഓംലേറ്റിൻ്റെ ഷേപ്പൊക്കെ മാറിക്കെടുക്കുന്നുണ്ട്. ഈ എന്താ പറയുക, ഏതോ രാജ്യത്തിൻ്റെ ഭൂപടം പോലെയൊക്കെ ആയി. കുഴപ്പമില്ല, എന്നാലും കുഴപ്പമില്ല. ഓംലേറ്റ് പോലെ ഷേപ്പ് വന്നിട്ടുണ്ട്. അപ്പോൾ അവനത് ഞാൻ പീസാക്കിയിട്ടാണ് കൊടുക്കുക. അവന് കഴിക്കാനും കൊടുക്കും, കൊണ്ടുപോകാനും കൊടുക്കും കേട്ടോ. അപ്പോൾ ഓംലേറ്റിൻ്റെ പണി കഴിഞ്ഞിട്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ ഉണ്ടാക്കിയത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പരിപ്പ് ജസ്റ്റ് ഒന്ന് അരച്ച് കറി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പരിപ്പും തക്കാളിയും പച്ചമുളകും അങ്ങനെയുള്ള ഐറ്റംസൊക്കെ ഇട്ടിട്ട് പരിപ്പ് ഞാൻ വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പരിപ്പ് ഒരുവിധം വെന്ത് കിട്ടിയിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ നാളികേരം നന്നായി അരച്ച് അതിലേക്ക് ചേർക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. എന്നിട്ട് ആ അരപ്പും പരിപ്പും ഇതൊക്കെ കൂടിയിട്ടൊന്ന് വെന്ത് വരുമ്പോൾ ജസ്റ്റ് ഒന്ന് തിളച്ചാൽ മതി. അപ്പോൾ തന്നെ വെന്തോളും. ഓൾറെഡി പരിപ്പൊക്കെ വെന്തിട്ടായിരിക്കുന്നത്. അപ്പോൾ അത് വെന്ത് കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് കടുക് കാച്ചുക, അത്രയേ ഉള്ളൂ കേട്ടോ ആ പണി. അപ്പോൾ പെട്ടെന്ന് കഴിയണതാണ്. അപ്പോൾ നമുക്കൊരു ഉച്ചയ്ക്കിലേക്ക് നല്ലൊരു ചാറുകറി ആവുകയും ചെയ്യും. പിന്നെ ഞാൻ അതിലേക്ക് ഒരു എന്താ പറയുക, ഒരു കുഞ്ഞൊരു കോലിക്കായ കണക്കെ ഒരു നെല്ലിക്കാര വലിപ്പത്തിലുള്ള പുളി ഇടുന്നുണ്ട് കേട്ടോ. ഒരു ചെറിയ പുളിരസത്തിൽ അത് ഇഷ്ടമുള്ളവർക്ക് ഇട്ടാൽ മതി. ഞങ്ങൾക്ക് ഇവിടെ പുളിരസം ഉള്ളതാണ് ഇഷ്ടം. അപ്പോൾ അത് കാരണം തക്കാളിയുടെ പുളി ഓൾറെഡി ഉണ്ടാവും. പിന്നെ നമ്മളുടെ നാട്ടിലെ തക്കാളികളല്ലേ, ഇത്രത്തോളം പുളി ഉണ്ടാവുമെന്നൊന്നും പറയാൻ പറ്റത്തില്ല. അപ്പോൾ അതും കൂടി ചേർത്ത് അത് കഴിഞ്ഞ് നമ്മളതൊന്ന് തിളച്ച് വരുന്നതോട് കൂടി കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടുകും വേപ്പിലയും വറ്റൽമുളകും വേണമെങ്കിൽ ഇടാം കേട്ടോ. എൻ്റെ ഇവിടെ ഇപ്പോൾ വറ്റൽമുളക് ഉണ്ടായില്ല, അത് കാരണം ഞാൻ ജസ്റ്റ് കടുകും വേപ്പിലും മാത്രമേ ചേർത്തിട്ടുള്ളൂ. അത് താളിച്ച് ഒഴിക്കുക, അത്രയേ ഉള്ളൂ കേട്ടോ. അത് കഴിഞ്ഞ് അവൻ്റെ ലഞ്ച് ബോക്സ് ഞാൻ റെഡിയാക്കിയിട്ട് പിന്നെ ഞാൻ കുളിച്ച് റെഡിയായി ജോലിക്ക് പോവാൻ